ഞാൻ ഓടി വരുമെന്ന് വിളിച്ചു. എൻ്റെ ഇക്കാക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കിടന്ന് വിളിക്കുന്നുണ്ട്, കൈ ഉയർത്തി കിടന്ന് വിളിക്കുകയാണ്, രക്ഷിക്കണേ, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു. ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട്, അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല. മക്കളുണ്ട്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു. ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് ഒരു സെക്യൂരിറ്റി വന്നു, പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത്. സംവിധാനമുണ്ട്, ആശുപത്രിയുണ്ട്, പിന്നെ കെട്ടിടമുണ്ട്, കുടിപിടിച്ച ഉദ്ഘാടനങ്ങളുണ്ട്. പക്ഷേ എന്ത് ഫലം? എന്ത് തോന്നിയാസവും സംഭവിച്ചാൽ അവരെയൊക്കെ സംരക്ഷിക്കാൻ ആളുകളുണ്ട്. ശരികളും സത്യങ്ങളും ഉറക്കെ വിളിച്ചു പറയുന്നവരെ ശ്വാസം മുട്ടിക്കുന്ന പരിശോധനാ സംവിധാനങ്ങളുണ്ട്. ആരോഗ്യവകുപ്പ് പൊടിപൊടിക്കുകയാണ്. പണ്ട് മാധ്യമപ്രവർത്തകയായിരിക്കെ എല്ലാ മന്ത്രിമാരെയും പേർത്തും ചോദ്യം ചെയ്ത് അവരെയൊക്കെ വിചാരണ നടത്തി അവരിൽ നിന്ന് തെളിവ് ശേഖരിക്കുന്നത് പോലെ ചോദിച്ച വീണ ജോർജ് മാഡമാണ് ആരോഗ്യമന്ത്രി. എല്ലാത്തിനും വളരെ നെടുങ്കൻ നിലപാടുകളും നയങ്ങളും പറയുന്ന മാഡം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫോൺ ചെയ്താൽ എടുക്കില്ല, എന്തെങ്കിലും ചോദ്യങ്ങളോട് വളരെ അസഹിഷ്ണുതാഭാവം പ്രകടിപ്പിക്കുമെന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു. ഞാൻ അത്രമേൽ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ വിളിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിരന്തരമായി അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എല്ലാം മന്ത്രിയുടെ ഉത്തരവാദിത്തമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് ശേഷമുള്ള തുടർ നടപടികൾ മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അതിനോടുള്ള നിലപാടുകൾ മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. വയനാട്ടിൽ ഈ അടുത്ത സമയത്താണ് ഒരു പെൺകുട്ടി വയറ്റിൽ പഞ്ഞി വെച്ച് കുത്തിക്കെട്ടി വിട്ടതിന് ശേഷം വേദനയുമായി പലതവണ ചെന്നിട്ടും അതിന് തയ്യാറാകാതെ അവസാനം ദുർഗന്ധവും പഴുപ്പുമായി പരിശോധിച്ചപ്പോഴാണ് പഞ്ഞിയിരിക്കുന്നത് കണ്ടത്. ഇത് ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഒഴിച്ചൊരു സ്ഥലത്താണെങ്കിൽ പിന്നെ ആ പരിശോധിച്ചവർ സർവീസിലുണ്ടാവില്ല. എന്ന് മാത്രമല്ല, പരശതം കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കും. ഇവിടെ അങ്ങനെ കൊടുത്താൽ, അല്ലെങ്കിൽ കൊടുക്കാൻ എവിടെ ഇരിക്കുന്നു? നമ്മളിലെ പണ്ടാരണ്ട് പറയുന്ന പോലെ ഈ പറയുന്ന പത്തായത്തിൽ എലി മാത്രമുള്ളപ്പോൾ എങ്ങനെയാണ് അത് കൊടുക്കാൻ കഴിയുക? പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്ലാസ്റ്റർ ചെയ്ത ഒരു കുഞ്ഞിൻ്റെ ആ പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ പെരുവിരൽ കൂടി കണ്ടിച്ചങ്ങ് കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പൊടിക്കുഞ്ഞിൻ്റെ കൈയുടെ പ്ലാസ്റ്റർ വെട്ടുകയാണ്. അപ്പോൾ അത് മര്യാദയ്ക്ക് വെട്ടണമെങ്കിൽ എന്ത് വേണം? വെട്ടുന്നവൻ്റെ കൈകൾ വിറയ്ക്കാത്തതാവണം, അല്ലെങ്കിൽ വെട്ടുന്നവന് ഇത് കുഞ്ഞാണെന്നും ഞാൻ ചെയ്യുന്നതൊരു സേവനമാണെന്നുമുള്ള ഓർമ്മ വേണം. അതിന് പകരം നമ്മൾ ഇൻസോർട്ടറേക്കാൾ വലിയ ഇൻസോർട്ടറായി നിന്ന് അത് കണ്ടിച്ച് കളഞ്ഞാൽ എങ്ങനെയാണ് അതുണ്ടാവുക? അങ്ങനെ മുറിച്ച് കളഞ്ഞു. വയറ്റിനകത്ത് കേബിൾ കിടന്നതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിലോ മറ്റോ ഒരു സ്ത്രീ എത്രയോ നാളുകൊണ്ട് സമരം നടത്തുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കുന്നു? അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ എന്തെങ്കിലും അപ്പുറം വല്ലോ നടക്കുന്നു? ചവറയിലൊരു ഓമനക്കുട്ടൻ അവിടെ കിടന്ന് ബെഡില്ലാതെ നിലവിളിച്ച് മെഡിക്കൽ കോളേജിൻ്റെ തിണ്ണയ്ക്ക് കിടന്ന് മരിച്ചപ്പോൾ ഉടൻ വന്ന പ്രതികരണം അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അതിൽ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നിട്ട് പിന്നെ വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിക്കില്ല. ഒച്ചയോ ബഹളമോ ആരെങ്കിലും കാണിച്ചു പോയാൽ ആ കാണിക്കുന്നവനെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്ത് അകത്താക്കാൻ IMA ഉണ്ട്, അതിലെ ഡോക്ടർമാരുണ്ട്, അവരോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. ആ ഡോക്ടർമാരുടെ പ്രതാപമനുസരിച്ച് അവർക്ക് ഭരിക്കുന്ന പാർട്ടികളിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ബന്ധുബലമുണ്ട്. എല്ലാം ഒരുപോലെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ അവസാനത്തെ സീൻ ഇത് കണ്ടോളൂ. വലിയ ശ്വാസതടസ്സമുണ്ടായ ബിസ്മീർ എന്ന യുവാവിന് യഥാസമയം ചികിത്സ നൽകിയില്ല എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഗുരുതരാവസ്ഥയിലെത്തിയ ബിസ്മീർ പുറത്ത് കാത്തു നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ആ CCTV ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അങ്ങോട്ടേക്ക് വരുന്ന ബിസ്മീറിനെ കാണാം. അദ്ദേഹത്തിന്റെ ഭാര്യ പലയാവർത്തി അങ്ങോട്ടേക്ക് പോയി, അവിടെ റിസപ്ഷനിലോ എങ്ങോട്ടോ പോയി ഒന്ന് രക്ഷിക്കണം എന്ന് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സഹായമായി ഓടുന്നതും കാണാം. അവിടെ വയ്യാതെ ഇരിക്കുന്ന ശ്വാസതടസ്സത്തിൽ ഇരിക്കുന്ന ബിസ്മീർ ഇടക്കിടക്ക് എഴുന്നേൽക്കുന്നതും അങ്ങേയറ്റം വെപ്രാളത്തിന്റെ പരമാവധിയിൽ അവിടെ ഇരിക്കുന്നതും കാണാം. അങ്ങേയറ്റം സങ്കടകരമായ ദൃശ്യങ്ങളാണ്. ഈ സമയത്ത് അത്രയും ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ ഈ സമയം CPR കൊടുക്കൽ പോലെയുള്ള ഏറ്റവും പ്രധാനമായ പ്രാഥമിക ചികിത്സ നൽകേണ്ട സമയമാണ്. ആ സമയത്ത് ഒന്നും നോക്കിയില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ അത് പ്രേക്ഷകർ കാണുകയാണ്. ഒരു ഏറ്റവും കുറഞ്ഞ 5-6 തവണയെങ്കിലും ആ ഭാര്യ നിസ്സഹായ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആരെങ്കിലും ഒരു കൈസഹായമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവിടെ ഒരു കുഞ്ഞു പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. കുറെ കഴിയുമ്പോഴേക്കും മറ്റൊരാൾ പുറത്തുനിന്ന് വന്ന് കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായ ചികിത്സാ പിഴവിന്റെ വളരെ വ്യക്തമായ ചികിത്സാ നിഷേധത്തിൽ, ചികിത്സാ പിഴവ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആദ്യ മിനിറ്റുകളിൽ ജീവൻ രക്ഷിക്കാൻ ഈ സമയത്ത് കൊടുക്കേണ്ട ഒരു പ്രാഥമിക ചികിത്സയും കൊടുക്കാതെ ഒരു മനുഷ്യന്റെ ദുർഗതി, വല്ലാത്തൊരു ദുരവസ്ഥ, ആർക്കും സംഭവിക്കേണ്ട ദുരവസ്ഥയുടെ നേർദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ മനുഷ്യൻ എനിക്ക് 2 പെൺമക്കളുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത്രേ മരണവെപ്രാളത്തിൽ. എന്നിട്ട് പോലും കേൾക്കാൻ ആരും ഉണ്ടായില്ല. അദ്ദേഹം മരണപ്പെട്ടു. 20-ാം തീയതിയും അത് കണ്ടുകൊണ്ട് നിന്നവർ അവിടെ ജോലിക്ക് വന്നിട്ടുണ്ട്.
അവർ ഈ മാസം ശമ്പളം വാങ്ങിക്കും, സുഖമായി ജീവിക്കും. ഒരുത്തൻ്റെ ജീവൻ കൺമുന്നിൽ തീർന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദിച്ചാൽ അത് സിസ്റ്റം തകരാറാണെന്ന് പറയും. ഈ സിസ്റ്റം തകരാറിലായിട്ട് കാലം കുറേയായി. പ്രതിപക്ഷ രാഷ്ട്രീയക്കാരും നേതാക്കളുമെല്ലാം പോറ്റിയെ കയറ്റിയ തട്ടിപ്പിൻ്റെ പുറകിലാണ്. അതിൻ്റെ പുറകിൽ പോയാൽ രാഷ്ട്രീയ ലാഭവും കമ്മ്യൂണിറ്റി മൊബിലൈസേഷനും നടക്കും എന്നറിയാം. പക്ഷേ ഈ നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടി ഏത് കമ്മ്യൂണിറ്റിയാണ് നിൽക്കുന്നത്? ഏതാളുകളാണ് നിൽക്കുന്നത്? എന്ത് സംഗതിയാണ് ഈ സംവിധാനത്തിലുള്ളത്? അതിദയനീയവും ദാരുണവുമായ ഈ കാഴ്ച ഒരുപാട് പാവപ്പെട്ടവരുടെ അനുഭവങ്ങളായി മാറുകയാണ്. മറുവശത്ത് കൊള്ള ചെയ്യുന്ന കോർപ്പറേറ്റ് ആശുപത്രികൾ, മറുവശത്ത് ചികിത്സയും മറ്റ് സൗകര്യങ്ങളും സമയബന്ധിതമായി ലഭിക്കാത്ത ധർമാശുപത്രികൾ ഒരു വശത്ത്. എന്തിന്, എങ്ങനെ ജീവിക്കണം സാധാരണക്കാരൻ?